പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. ഒരു പക്ഷി മറ്റൊരു പക്ഷിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ മനുഷ്യരെന്താണ് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഇത്രമാത്രം ആകുലപ്പെടുന്നത്? അപ്പോൾ മറ്റു പക്ഷി തിരിച്ചു മറുപടി കൊടുക്കുകയാണ്. നമ്മെ പരിപാലിക്കുന്നത് പോലെ, സംരക്ഷിക്കുന്നത് പോലെ ഒരു ദൈവം അവരെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള ബോധം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ഈ മനുഷ്യർ ഇങ്ങനെ ആകുലപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യൻ്റെ സങ്കടങ്ങളും മനുഷ്യൻ്റെ വേദനകളും മനുഷ്യൻ്റെ ആകുലതകളും എല്ലാം പരിഹരിക്കുവാൻ ഒരു ദൈവമുണ്ട് എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് പാതിനോമ്പിൻ്റെ ദിവസമാണ്. ദൈവാലയ മധ്യത്തിൽ ഗോകുൽത്താമേൽ വിശുദ്ധ സ്ലീബ നാട്ടപ്പെടുന്ന ദിവസം. പഴയ നിയമ ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ മരുഭൂമിയിൽ വെച്ച് അഗ്നിസ്തർപ്പത്തിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടപ്പോൾ മോശ യഹോവയാ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയുടെ ആ നടുവിൽ പാളയത്തിന് മധ്യത്തിൽ നിർത്തുക എന്നുള്ളതാണ്. ആ സർപ്പത്തെ നോക്കിയവരൊക്കെ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവരെ രക്ഷപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഇന്ന് ദൈവാലയത്തിൻ്റെ മധ്യത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ആ സ്ലീബായും സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് മോശയോട് ദൈവം ഒരു സർപ്പത്തെ തന്നെ ഉണ്ടാക്കി വെക്കുവാനായിട്ട് കൽപ്പിച്ചത്? അവൻ മനുഷ്യൻ അനുഭവിക്കുന്ന ഏതൊരു സങ്കടമാണോ ആ സങ്കടത്തെ ദൈവമുഖത്തേക്ക് ഉയർത്തി അതിനെ നോക്കിക്കൊണ്ട് രക്ഷ പ്രാപിക്കുക. ദൈവാലയ മധ്യത്തിൽ നാട്ടപ്പെട്ടിരിക്കുന്ന ആ കുരിശ്, ആ സ്ലീബായിൽ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തു അനുഭവിച്ച സഹനങ്ങളെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ഒരു ഓർമ്മ നമുക്കുണ്ടാകും. നമ്മൾ അനുഭവിച്ച എല്ലാ വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ക്രിസ്തു കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കും. അതാണ് ദൈവാലയ മധ്യത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന സ്ലീബ നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആകുലതകളും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സങ്കടങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ള ഒരു ക്രിസ്തുവാണ് നമ്മുടെ ക്രിസ്തു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്ന, നമുക്ക് സൗഖ്യം നൽകുന്ന ഒരു സ്ലീബായാണ് ദൈവാലയ മധ്യത്തിൽ നാട്ടപ്പെടുന്നത്. ഒരാളുടെ സങ്കടം വേറൊരാൾക്ക് മനസ്സിലാകണമെങ്കിൽ അയാൾ കടന്നുപോയിട്ടുള്ള അതേ വേദനകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റേയാൾക്ക് മനസ്സിലാകുമല്ലോ. നമ്മെ അറിയുന്ന ഒരു ദൈവം, നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവം, നമ്മെ സമാധാനിപ്പിക്കുന്ന ഒരു ദൈവം, നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മളിൽ ഉയരുവാൻ ഈ ദിവസം നമുക്ക് മുഖാന്തരമായി തീരട്ടെ. അങ്ങനെ ആകുലതകളില്ലാത്ത ഒരു ജീവിതം, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മെ മുമ്പോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി നമുക്കെപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.